ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, കേരളത്തിൻ്റെ വളർച്ച മുരടിക്കുന്ന ഇന്നത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ഗവൺമെൻറ് കണ്ണു തുറന്ന് വിലയിരുത്താനും കാണുവാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വരുന്ന, നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ തന്നെ നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ ചെയ്യാനോ പഠിക്കുവാനോ ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ ഭൂരിപക്ഷം പേർ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ നിയമസഭയിൽ തന്നെ വിഷയം പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സർ, ഇപ്രാവശ്യത്തെ ഈ ബഡ്ജറ്റും ഇതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഇതുവരെ ഇപ്പോൾ 9 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാൽ നമ്മുടെ ഈ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള യുവാക്കളുടെ ഒഴുക്ക് അനുസ്യൂതം വർദ്ധിക്കുകയാണ്. സർ, ഇവിടെ ഒരു പ്രതിവിധി ഉണ്ടാകാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾക്ക് ഗവൺമെൻറ് മിഷണറിക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു, പുതിയ കോഴ്സ് നേരത്തെ പി ജെ ജോസഫ് സാറോട് ചൂണ്ടിക്കാണിച്ചു, എത്രയോ പ്രാവശ്യം റീസ്ട്രക്ചറിങ് ഓഫ് കോഴ്സസ്, പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോഴ്സുകൾ പുനഃസംവിധാനം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ. പക്ഷേ ഇതൊന്നും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല, അതിന് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സാർ, ഇവിടെ നമ്മുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളൊരു വസ്തുത നിൽക്കുന്നു. തൊഴിലവസരങ്ങൾ ഇല്ലാതായാൽ സാർ, നമുക്ക് കേരളത്തിൽ ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഇപ്രാവശ്യം കൃഷിക്ക് ഇത്രയും വലിയ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ധനകാര്യ വകുപ്പ് മന്ത്രി കുറേയേറെ നല്ല നിർദ്ദേശങ്ങൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിനു മുമ്പ് ഇടുക്കി പാക്കേജ് പറഞ്ഞു, വയനാട് പാക്കേജ് പറഞ്ഞു, കുട്ടനാട് പാക്കേജ് പറഞ്ഞു. ഈ പാക്കേജുകളെല്ലാം തോമസ് ഐസക് മുതൽ തുടങ്ങിയതാണ്, ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ പാക്കേജുകളെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന അവസ്ഥ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപ കൊടുക്കുമെന്നുള്ളത് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ റബ്ബർ കൃഷിക്കാർ കടയിൽ കൊണ്ട് റബ്ബർ കൊടുത്താൽ സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ വില കിട്ടുമെന്നുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ പുറകെ ആരും പോകുന്നില്ല. സർക്കാർ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ലേ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 250 ആക്കി മാറ്റാൻ കഴിയുന്നില്ല. നെല്ല് സംഭരണം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഞാൻ നേരത്തെ സഭയിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോഴും നെല്ല് മുഴുവൻ കൊയ്ത് നെല്ല് കയറ്റിവിടാൻ പറ്റിയിട്ടില്ല. നെല്ല് സംഭരണം പരാജയപ്പെട്ട് നിൽക്കുകയാണ്. സർ, ഇത് എല്ലാ വർഷവും ഈ പ്രശ്നമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ഈ നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ടുണ്ടാകുന്ന ഈ പ്രതിസന്ധി ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ബഡ്ജറ്റിലൂടെ പണം മാറ്റിവെച്ച് പാടി ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ഗവൺമെൻറ് നേരിട്ട് നെല്ല് സംഭരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അങ്ങ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നെൽകൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും കേരളത്തിൽ മാത്രം നെൽകൃഷി കുറഞ്ഞു പോവുകയാണ്. എന്നിട്ടും കൃഷി ചെയ്യാൻ വരുന്ന നെൽകൃഷിക്കാരുടെ സംരക്ഷണവും ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ കൃഷി ചെയ്യാൻ വരും? അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഈ കാർഷിക മേഖലയ്ക്ക് ഗവൺമെൻറ് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇപ്പോൾ March 31 ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം പഞ്ചായത്തുകളുടെ ബില്ലുകൾ ട്രഷറിൽ March 25 വരെ എടുക്കുന്ന വിധത്തിലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് പഞ്ചായത്തുകളുടെ ഗ്രാൻറ്റുകൾ പഞ്ചായത്തിന് ഗ്രാൻറ്റ് കിട്ടിയത് തന്നെ അവസാന നിമിഷമാണ്. ഇപ്പം ഇനി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. ഇപ്പം March 30, 31 തീയതികൾ അവധിയാണ്. ഈ March 30, 31 തീയതികൾ അവധിയായിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തുകൾക്ക് എക്സ്പെൻഡിച്ചർ ആക്കുന്നതിനോ അവരുടെ ഫണ്ട് ബില്ലുകൾ മാറിയെടുക്കുന്നതിനോ ഒന്നും കഴിയാത്ത അവസ്ഥ സ്റ്റേറ്റ് ഒട്ടാകെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇടപെട്ട് മാത്രമേ അതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് വിവിധ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഗൗരവമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിലൂടെ ഒരു നല്ല കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചെയ്തു. 3-4 വർഷമായിട്ട് DSR ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ April 1 മുതൽ പുതിയ DSR നിലവിൽ, സാർ 1 മിനിറ്റ് കൊടുത്താണ്, April 1 മുതൽ പുതിയ DSR നിലവിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇത് നമുക്ക് MLA-മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നം കൂടി ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഈ നമുക്ക് എല്ലാ എസ്റ്റിമേറ്റുകളും ഇപ്പോൾ ടെൻഡർ ചെയ്ത വർക്കും എല്ലാം പഴയ DSR പ്രകാരമാണ്. പഴയ DSR പ്രകാരമുള്ള എസ്റ്റിമേറ്റുകൾ 31 കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ വർക്കുകളെല്ലാം നിലനിൽക്കുകയാണ്. ടെൻഡർ ചെയ്ത് വരുന്നത് ഇപ്പം നമുക്ക് March 31 മുമ്പ് AS കൊടുക്കുന്ന വർക്കും ഇനി April 1 കഴിയുമ്പോൾ പുതിയ DSRലേക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്. വലിയ പ്രശ്നം വരാൻ പോവുകയാണ്.
സാർ ഇത് മുഴുവൻ തിരിച്ച് വീണ്ടും നമ്മൾ പുതിയ എസ്റ്റിമേറ്റിന് വേണ്ടി പോയാൽ ഒരു വർഷം കൂടെ നഷ്ടപ്പെടും. ഇനി വരാൻ പോകുന്ന 6 മാസം കഴിയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ, തുടർന്ന് നിയമസഭാ ഇലക്ഷൻ, മുഴുവൻ വികസന കാര്യങ്ങളും പൂർണ്ണമായിട്ട് സ്തംഭനത്തിലേക്ക് പോകും. സർക്കാർ പൈസ കൊടുക്കാതെയും വികസനം നടക്കാതെയും രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മൊത്തം തകർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല പണിയാണ്. പക്ഷേ അതിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരു ഉപകാരം ചെയ്യണം. ഇതിനു മുൻപ് നമ്മുടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഡിഫറൻസ് നമുക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ടെൻഡറുകൾ നിലനിർത്തിക്കൊണ്ടും സർ ഒരു മിനിറ്റ് കൂടെ പറഞ്ഞു, നമ്മൾ എല്ലാം പൊതുവിഷയമാണ്, അങ്ങനെ അനുവദിക്കണം. ഇപ്പോൾ നിൽക്കുന്ന ടെൻഡറുകൾ എസ്റ്റിമേറ്റും ASും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏപ്രിൽ 1 DSR നടപ്പാക്കുന്നതിലൂടെ വരുന്ന കോസ്റ്റ് ഡിഫറൻസ് ഗവൺമെന്റ് പരിശോധിച്ച് അതിന്മേൽ തീർപ്പാക്കി ആ തുക അഡീഷണൽ അലോട്ട്മെന്റായി കൊടുക്കുന്നതാണ് ഇതുവരെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്രാവശ്യവും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് വിനയപൂർവ്വം പൊതുവായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ ഒറ്റ കാര്യം പറയാം സാർ, ഇവിടെ സുഭാഷ് കുളത്തെങ്കിൽ പറഞ്ഞു ഒറ്റ കാര്യം, MLA ഫണ്ട് ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന എല്ലാ ഫണ്ടിനും 10% എബോവ് ധനകാര്യ വകുപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ MLA ഫണ്ടിന്റെ കാര്യത്തിൽ ഈ 10% ഫിനാൻസ് ഒബ്ജക്റ്റ് ചെയ്തു, അത് വേണ്ടെന്ന് വെച്ചു. ആരും വർക്കടിക്കുകയില്ല. എടുത്താൽ തന്നെ ആളുകൾ കഷ്ടപ്പെട്ട് എടുത്താൽ തന്നെ കാലങ്ങൾ കൊണ്ട് കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ നമുക്ക് വികസന കാര്യങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന ആനുകൂല്യം MLA ഫണ്ടിന്റെ കാര്യത്തിൽ കൂടി തുടർന്ന് നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മനസ്സ് കാണിക്കണം. അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ അതുകൂടി പറയണം എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.